ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ കോൺഫിഡൻസ് ഇൻ്റർവെല്ലിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ഒബ്റ്റെയിൻ എ 95% കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ ദി മീൻ ഓഫ് നോർമൽ പോപ്പുലേഷൻ വിത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3 based on 16 samples taken from this population where the sample mean was calculated as 10.5. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, 95% കോൺഫിഡൻസ് ഇൻ്റർവെലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തേണ്ടത്. അത് ഫോർ മീൻ്റേതാണ്, മ്യൂൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവെലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3 ആണ്, സാമ്പിൾ സൈസ് 16 ആണ്, സാമ്പിൾ മീൻ എന്ന് പറയുന്നത് 10.5 ആണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്കറിയാം പ്രോബ്ലം കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ മ്യൂ എന്നുള്ളതിൻ്റെ ഇക്വേഷൻ എന്താണെന്നുള്ളത് അറിയാം. ഇക്വേഷൻ അല്ല, കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്താണെന്നുള്ളത് അറിയാം. അതെന്താണ്? എക്സ് ബാർ മൈനസ് ഇസഡ് ആൽഫ ബൈ 2 സിഗ്മ ബൈ √10, അതേപോലെ എക്സ് ബാർ പ്ലസ് ഇസഡ് ആൽഫ ബൈ 2 സിഗ്മ ബൈ √10. ഇതാണ് നമ്മളെ കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ മ്യൂ എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഓരോന്നിനും നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂസ് നമുക്കറിയാം. എക്സ് ബാർ എന്നുള്ളത് എന്താണ്? എക്സ് ബാർ എന്നുള്ളത് 10.5 ആണ്, സിഗ്മ എന്നുള്ളത് 3 ആണ്, എൻ എന്നുള്ളത് എന്താണ്? 16 ആണ്, പിന്നെ സെഡ് ആൽഫ ബൈ 2 ആണ്. സെഡ് ആൽഫ ബൈ 2 നമ്മൾ നോട്ടിൽ പഠിച്ചതാണ്. 95% കോൺഫിഡൻസ് ഇൻ്റർവെലിൻ്റെ സെഡ് ആൽഫ ബൈ 2 എന്ന് പറയുന്നത് 1.96 ആണ്. അപ്പോൾ ഈ വാല്യൂസൊക്കെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് മീൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്താണെന്നുള്ളത് കിട്ടും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 10.5 മൈനസ് 1.96 ഇൻറ്റു 3/√16, അതേപോലെ 10.5 പ്ലസ് 1.96 ഇൻറ്റു 3/√16. അപ്പോൾ ആ വാല്യൂ എന്താ വരിക? 10.5 മൈനസ് 1.47, അതായിരിക്കും ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് പറയുന്നത് 10.5 പ്ലസ് 1.47 വിച്ച് ഈസ് ഈക്വൽ ടു 9.03 11.97. ഇതാണ് നമ്മൾ മ്യൂവിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവെല്ലായിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. അപ്പോൾ നമുക്കൊന്നുകൂടി ക്വസ്റ്റ്യൻ പറയാം. 95% കോൺഫിഡൻസ് ഇൻ്റർവെല്ലിനും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അത് മ്യൂവിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവെല്ലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിരിക്കുന്നത് 3 ആണെന്ന്, സാമ്പിൾ സൈസ് 16 ആണ് തന്നിരിക്കുന്നത്, അതേപോലെ എക്സ് ബാർ 10.5 ആണെന്നുള്ളതും നമുക്ക് തന്നിരിക്കുന്നു. ഓക്കെ, നമ്മൾ എന്താ ചെയ്തത്? ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻസ് ഇതൊക്കെയാണെന്നുള്ള അറിയാം. നമുക്ക് 95% ആയിരുന്നു കോൺഫിഡൻസ് ഇൻ്റർവെൽ കാണണ്ടേ. ഈ 95%നെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? 100 × 1 മൈനസ് ആൽഫ പെർസെൻറ്റേജ് ആണ് നമ്മൾ 95% എന്നുള്ളത് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഗ്രാഫിക്കലി എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാമെന്ന് വെച്ചാൽ, ഒരു നോർമൽ, ഇതാണ് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ് എന്നെങ്കിൽ അതിൽ ആൽഫ എന്നുള്ളതാണ് നമുക്ക് 1 മൈനസ് ആൽഫ എന്നുള്ളതാണ് നമുക്ക് 95% കോൺഫിഡൻസ് ഇൻ്റർവെല്ലായിട്ട് തന്നത്. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് എന്തായിരിക്കും? 5% ആയിരിക്കും. അപ്പോൾ ഇത് ഒരു സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട്, 2 tail ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് അതിൻ്റെ 2 എൻഡിലും ആയിരിക്കും നമ്മളെ ആൽഫ എന്ന് പറയുന്നത് ഉണ്ടാവുക. അപ്പോൾ അതിനെ നമ്മൾ ആൽഫ ബൈ 2 എന്നാണ് എഴുതുക. ആൽഫ ബൈ 2 ഇതാണ് നമ്മളെ ക്രിട്ടിക്കൽ റീജിയൻ ആയിട്ട് വരുന്നത്. ഈ ഒരു ഏരിയയിലുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഈ ഒരു പോയിൻറ്റും എന്താണ് വരാന്നുള്ളതാണ് നമ്മളിപ്പം കണ്ടുപിടിച്ചത്. ഓക്കെ, ഇതാണ് നമ്മൾ 1 മൈനസ് ആൽഫ എന്ന് പറയുന്ന ഏരിയ. അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ എക്സ് ബാറും സെഡ് ആൽഫ ബൈ 2 സിഗ്മയും √10 ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ ഇൻ്റർവെല്ലായി കിട്ടുന്നത് 9.03 11.97 ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മൾ അടുത്ത പ്രോബ്ലം എന്താ പറയുന്നത്? എസ്റ്റിമേറ്റ് എ 95% കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ മ്യൂ ബേസ്ഡ് ഓൺ 10 റാൻഡം സാമ്പിൾസ് 22, 25, 30, 21, 24, 26, 24, 28, 25, 26 taken from normal distribution with mean mu and variance 25. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ സെയിം 95% കോൺഫിഡൻസ് ഇൻ്റർവെൽ തന്നെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഫോർ മ്യൂ.
എന്നിട്ട് നമുക്ക് റാൻഡം സാമ്പിൾസ് ആണ് തന്നത്, മീൻ എന്താണെന്നുള്ളത് തന്നിട്ടില്ല, റാൻഡം സാമ്പിൾസ് ആണ് തന്നത്. പിന്നെ നമുക്ക് തന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ്, അതിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് 25 ആണെന്നുള്ളത് നമുക്ക് തന്നു. അപ്പോൾ നമുക്കറിയാം സൊല്യൂഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ മ്യൂ എന്നുള്ളത് എങ്ങനെ എഴുതാം? കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ മ്യൂ എന്നുള്ളത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ് ബാർ മൈനസ് സെഡ് ആൽഫ ബൈ 2 സിഗ്മ ബൈ റൂട്ട് എന്നും എക്സ് ബാർ പ്ലസ് സെഡ് ആൽഫ ബൈ 2 സിഗ്മ ബൈ റൂട്ട് എന്നുമാണ് കോൺഫിഡൻസ് ഇൻ്റർവൽ വരുന്നത്. അപ്പോൾ ഇതിൽ സെഡ് ആൽഫ ബൈ 2 95% ആകുമ്പോൾ 100 ഇൻറ്റു 1 മൈനസ് ആൽഫ പെർസെൻറ്റേജ് എന്നുള്ളതാണ് 95% വരുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്കറിയാം 1.96 ആണെന്നുള്ളത്. പിന്നെ സിഗ്മ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്, സിഗ്മ എന്ന് പറയുന്നത് 5 ആണ് വരാം, എൻ എന്ന് പറയുന്നത് 10 ആണ് വരാം. ഓക്കെ, അപ്പോൾ എക്സ് ബാർ എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോൾ എക്സ് ബാർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം ഈ റാൻഡം സാമ്പിളിൽ നിന്നും. അപ്പോൾ നമുക്കറിയാം എക്സ് ബാർ ഈക്വൽസ് ടു 1/n സമ്മേഷൻ എക്സ് ഐ ആണെന്ന്. അപ്പോൾ എൻ എന്ന് പറയുന്നത് 10 ഐറ്റംസ് ഉണ്ട്, 1/10 ഇൻറ്റു ഇതിൻ്റെ സം എടുക്കണം, 22 പ്ലസ് 25 പ്ലസ് എക്സെട്ര പ്ലസ് 25 പ്ലസ് 26 ഇതിൻ്റെ സം എടുക്കണം. എന്നിട്ട് ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോഴാണ് നമുക്ക് മീൻ കിട്ടുക. അപ്പം നമുക്ക് മീനായിട്ട് എന്താ കിട്ടുകയെന്ന് വെച്ചാൽ 25.1 ആണ് നമുക്ക് വാല്യൂ കിട്ടുന്നത്, മീനായിട്ട് വാല്യൂ കിട്ടുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ വാല്യൂസൊക്കെ ഇതാ ഈ അപ്പർ ലിമിറ്റിലും ലോവർ ലിമിറ്റിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താ വരിക? 25.1 മൈനസ് സെഡ് ആൽഫ ബൈ 2 1.96 ആണ്, ഇൻറ്റു സിഗ്മ എന്ന് പറയുന്ന 5 ആണ്, ഡിവൈഡഡ് ബൈ റൂട്ട് 10. 25.1 പ്ലസ് 1.96 ഇൻറ്റു 5 ബൈ റൂട്ട് 10. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ വാല്യൂ ആയിട്ട് 22ഉം 28.2 ആണ് നമുക്ക് അപ്പർ കോൺഫിഡൻസ് ഇൻ്റർവലും ലോവർ കോൺഫിഡൻസ് ഇൻ്റർവലും ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? 95% കോൺഫിഡൻസ് ഇൻ്റർവൽ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ളതൊക്കെ ആദ്യം നമ്മൾ എഴുതി. നമുക്ക് അറിയുന്നതാണ് കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ മ്യൂ എന്ന് പറയുന്നത് ഇതാണ്, എക്സ് ബാർ മൈനസ് സെഡ് ആൽഫ ബൈ 2 ഇൻറ്റു സിഗ്മ ബൈ റൂട്ട് എന്നും എക്സ് ബാർ പ്ലസ് സെഡ് ആൽഫ ബൈ 2 ഇൻറ്റു സിഗ്മ ബൈ റൂട്ട് എന്നുമാണ്. അതാണ് കോൺഫിഡൻസ് ഇൻ്റർവൽ. ഇതിൽ സെഡ് ആൽഫ ബൈ 2 എന്താണെന്ന് നമുക്കറിയാം, സിഗ്മ എന്താണെന്നുള്ള അറിയാം, എൻ എന്താണെന്നും അറിയാം. എക്സ് ബാർ അറിയില്ല, റാൻഡം സാമ്പിൾസ് ആണ് തന്നത്. അപ്പോൾ നമ്മൾ എക്സ് ബാർ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ മീൻ എന്താണെന്നുള്ളത്, സാമ്പിൾ മീൻ എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് പിന്നെ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഇൻ്റർവൽ എന്താണെന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് വേറൊരു പ്രോബ്ലം നോക്കാം. എ സാമ്പിൾ ഓഫ് സൈസ് 17 ടേക്കൺ ഫ്രം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ. Mean of the sample is 15 and sample variance is 9. Using the data, find a 90% confidence interval for mu. അപ്പോൾ ഇവിടെ നമ്മൾ സാമ്പിൾ സൈസ് തന്നിരിക്കുന്നത് 17 ആണ്. അതെടുത്ത പോപ്പുലേഷൻ എന്ന് പറയുന്നത് നോർമലാണ് വിത്ത് മീൻ മ്യൂ വേരിയൻസ് സിഗ്മ സ്ക്വയറും. പിന്നെ മീൻ എന്താണ്? സാമ്പിൾ മീൻ തന്നിരിക്കുന്നത് 15 ആണ്, സാമ്പിൾ വേരിയൻസ് 9 ആണെന്നും തന്നിരിക്കണം. യൂസിങ് ദ ഡാറ്റ ഫൈൻഡ് ദി 90%. അപ്പോൾ നമുക്ക് ഈ തന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ കോൺഫിഡൻസ് ഇൻ്റർവൽ കൺസ്ട്രക്ട് ചെയ്യണം ഫോർ മ്യൂ. എത്ര പെർസെൻറ്റേജ് വെച്ചാൽ 90% കോൺഫിഡൻസ് ഇൻ്റർവലാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കേസിലെന്ന് പറയുന്നത് സിഗ്മ അൺനോൺ ആണ്. അപ്പോൾ സിഗ്മ അൺനോണും ആണ്, സാമ്പിൾ സൈസ് കുറവുമാണ്. അപ്പോൾ നമ്മൾ ടി ഡിസ്ട്രിബ്യൂഷനാണ് യൂസ് ചെയ്യുക. ഇവിടുത്തെ കേസിൽ നമ്മളെ റാൻഡം സാമ്പിൾ എന്ന് പറയുന്നത് 10 പക്ഷേ സിഗ്മ നോൺ ആയതുകൊണ്ട് നമുക്ക് സെഡ് തന്നെ യൂസ് ചെയ്യാൻ പറ്റും, നോർമൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റി. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, സിഗ്മ എന്ന് പറഞ്ഞാൽ അൺനോൺ ആണ്. അപ്പോൾ നമുക്ക് സെഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ടി ആണ് യൂസ് ചെയ്യുക. അപ്പോൾ മ്യൂവിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവൽ 90% കോൺഫിഡൻസ് ഇൻ്റർവൽ നമ്മൾ പഠിച്ചു. എക്സ് ബാർ മൈനസ് ടി ആൽഫ ബൈ 2 എസ് ബൈ റൂട്ട് n മൈനസ് 1 എക്സ് ബാർ പ്ലസ് ടി ആൽഫ ബൈ 2 എസ് ബൈ റൂട്ട് n മൈനസ് 1 ആണ് കോൺഫിഡൻസ് ഇൻ്റർവൽ വരാം. അപ്പോൾ ഇതിൽ എക്സ് ബാർ സാമ്പിൾ മീന് നമുക്കറിയാം, സാമ്പിൾ വേരിയൻസ് അറിയാം, എൻ എന്താണെന്നുള്ളത് അറിയാം, ടി ആൽഫ ബൈ 2 ആണ് അറിയാത്തത്. അപ്പോൾ ടി ആൽഫ ബൈ 2 നമ്മൾ യൂഷ്വൽ നൊട്ടേഷനിൽ നമുക്ക് എങ്ങനെ എഴുതാം? മോഡുലസ് ഓഫ് ടി ആൽഫ ബൈ 2 ലെസ് ദാൻ മോഡുലസ് ഓഫ് ടി ആൽഫ ബൈ 2 അല്ല, നമ്മളെ നമ്പർ റാൻഡം സാമ്പിളാണ് വരിക n-1. ഓക്കെ, പ്രോബബിലിറ്റി ദാറ്റ് മോഡുലസ് ഓഫ് ടി n-1
ലെസ് ദാൻ ടി ആൽഫ ബൈ 2 ഈക്വൽസ് ടു 0.90. ഇതാണ് നമ്മൾ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇവിടെ Tn-1 എന്നുള്ളത് 16 ആണ് വരിക. 16 ആണ് വരിക. ടി ആൽഫ ബൈ 2 നമുക്ക് ടേബിളിൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ടി ആൽഫ ബൈ 2ൻ്റെ വാല്യൂ 1.746 ആണ് നമുക്ക് ടി ആൽഫ ബൈ 2 ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ടി ആൽഫ ബൈ 2 കിട്ടി 1.746 ആണ്. അതും എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരാം, എക്സ് ബാർ ഉള്ളിടത്ത് നമുക്ക് 15 വരും. 15 മൈനസ് ടി ആൽഫ ബൈ 2 ഉള്ളത് 1.746 ആണ് ഇൻറ്റു സാമ്പിൾ വേരിയൻസ് പറയുന്നത് 9 ആണ്. 9 എന്ന് പറയുമ്പോൾ 3 ഡിവൈഡഡ് ബൈ റൂട്ട് n-1 എന്ന് പറയുന്നത് 16 ആണ്. അതേപോലെ 15 പ്ലസ് 1.746 ഇൻറ്റു 3 ബൈ റൂട്ട് 16. അപ്പോൾ നമുക്ക് നേരത്തെ പോലെ തന്നെ എങ്ങനെ ഡിസ്ട്രിബ്യൂഷനെ ഗ്രാഫിക്കലി എങ്ങനെ പറയാമെന്ന് വെച്ചാൽ, ഇതാണ് നമ്മളെ ടി ഡിസ്ട്രിബ്യൂഷൻ എങ്കിൽ ഇവിടെ ഇരിക്കും ആൽഫ ബൈ 2 വരാം, മൈനസ് ആൽഫ ബൈ 2, ഇവിടെ പ്ലസ് ആൽഫ ബൈ 2 വരും. ഓക്കെ, 90% കോൺഫിഡൻസ് ഇൻ്റർവൽ ആയതുകൊണ്ട് ഈ ഒരു ഏരിയ ആൽഫ ബൈ 2 വെച്ചാൽ 5% ഇരിക്കും. ഈ രണ്ട് ഭാഗത്തും 5% ഈച്ച് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ കോൺഫിഡൻസ് ഇൻ്റർവലിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ആയിട്ട് 13.69ഉം 16.31ഉം ഒബ്റ്റെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, ഇതിൽ ഫസ്റ്റ് നമ്മൾ കോൺഫിഡൻസ് ഇൻ്റർവൽ എന്താണെന്നുള്ളത് എഴുതി. n സ്മോളും സിഗ്മ എന്ന് പറയുന്ന അൺനോണും ആയതുകൊണ്ട് നമ്മൾ ടി ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്ത്. അപ്പോൾ നമുക്ക് എക്സ് ബാർ മൈനസ് ടി ആൽഫ ബൈ 2 ഇൻറ്റു എസ് ബൈ റൂട്ട് n-1 എക്സ് ബാർ പ്ലസ് ടി ആൽഫ ബൈ 2 എസ് ബൈ റൂട്ട് n-1 എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിൽ എല്ലാത്തിനും അതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ടി ആൽഫ ബൈ 2 എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്യും. ടേബിൾ വാല്യൂ നിന്നും നമുക്ക് കിട്ടുന്നത് 1.746 എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ ആ ഇക്വേഷനല്ല കോൺഫിഡൻസ് ഇൻ്റർവെല്ലിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഇൻ്റർവെല്ലായി ഒബ്റ്റെയിൻ ചെയ്യുക 13.69ഉം 16.31ഉം ആണ്. അപ്പോൾ നമുക്ക് നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്താ, ദ ആവറേജ് മാർക്സ് സ്കോർഡ് ബൈ 32 ബോയ്സ് ഇൻ ആൻ എക്സാം ഇസ് 72 വിത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 8 while that score by 32 girls is 70 with standard deviation 6. Construct a 99% confidence interval for the difference of means. Assume standard deviations are equal. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്, നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞ 99% കോൺഫിഡൻസ് ഇൻ്റർവലാണ്. എന്തിൻ്റെയെന്ന് വെച്ചാൽ രണ്ട് ഡിസ്ട്രിബ്യൂഷൻ്റെ മീനിൻ്റെ ഡിഫറൻസിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവലാണ് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ n1 എന്ന് പറഞ്ഞാൽ നമുക്ക് 32 ബോയ്സും n2 എന്ന് പറഞ്ഞിട്ട് 70 ഗേൾസും ആണുള്ളത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആവറേജ് എന്ന് പറയുന്നത് 72ഉം പിന്നെ 70ഉം ആണ്. പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 8ഉം 6ഉം ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് മീനിൻ്റെ ഡിഫറൻസിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവൽ കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഇൻ്റർവലിൻ്റെ എന്താണെന്നുള്ളത് ആദ്യം എഴുതാം. ഡിഫറൻസിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവലായിട്ട് വരുന്നത് x1 ബാർ മൈനസ് x2 ബാർ മൈനസ് z ആൽഫ ബൈ 2 ഇൻറ്റു സിഗ്മ ഇൻറ്റു 1 ബൈ n1 പ്ലസ് 1 ബൈ n2. x1 ബാർ പ്ലസ് മൈനസ് x2 ബാർ പ്ലസ് z ആൽഫ ബൈ 2 ഇൻറ്റു സിഗ്മ ഇൻറ്റു റൂട്ട് ഓഫ് 1 ബൈ n1 പ്ലസ് 1 ബൈ n2. ഇതാണ് നമ്മളെ കോൺഫിഡൻസ് ഇൻ്റർവൽ എന്താണെന്നുള്ളത് വരുന്നത്. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന അസ്യൂം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ആർ ഈക്വൽ എന്നുള്ളത്, സിഗ്മ ഈക്വൽ ആണെന്നുള്ളത് അസ്യൂം ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമ്മളെ സിഗ്മ എന്ന് പറയുന്നത് എന്താ വരിക, സിഗ്മ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് n1 s1 സ്ക്വയർ പ്ലസ് n2 s2 സ്ക്വയർ ബൈ n1 പ്ലസ് n2 ആണ് നമ്മളെ കോമൺ ആയിട്ട് വരുന്ന സിഗ്മൻ്റെ വാല്യൂ എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇതാ. x1 ബാർ എന്ന് പറയുന്നത് 72 ആണ്. പിന്നെ
സിഗ്മ 1 എന്ന് പറയുന്നത് 8 ആണ്. പിന്നെന്താണ്, പിന്നെ x2 ബാർ എന്ന് പറയുന്നത് 70 ആണ്. സിഗ്മ 2 എന്ന് പറയുന്നത് 6 ആണ്. പിന്നെ നമുക്ക് n1 32ഉം n2 32, രണ്ടും 32 ആണ്. രണ്ടും 32 ആണ് നമുക്ക് കിട്ടുന്നത്. n1 = n2 = 32 ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് 99% കോൺഫിഡൻസ് ഇൻ്റർവെലിൻ്റെ ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് T∝/2 എന്ന് പറയുന്നത് 2.58 ആണ്. അപ്പോൾ നമുക്കിതിൽ എല്ലാ വാല്യൂസും ഒബ്റ്റെയിൻ ചെയ്ത് ഇനി നമ്മൾ ഈ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടി അല്ല, Z∝/2 അല്ലേ, Z∝/2ൻ്റെ വാല്യൂ. അപ്പോൾ ഈ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടാം? അപ്പോൾ നമുക്ക് 72 - 70 - Z∝/2 2.58 × 7.07 × √1/32 + 1/32, 72 - 70 + 2.58 × 7.07 × √1/32 + 1/32. ഇതാണ് നമ്മളെ കോൺഫിഡൻസ് ഇൻ്റർവെലായിട്ട് വരുന്നത്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 - 4.543, 2 + 4.543 ആണ് വാല്യൂ വരാം. അതെന്ന് പറഞ്ഞാൽ -2.543ഉം 6.543 ആണ് കോൺഫിഡൻസ് ഇൻ്റർവെലായിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ വാല്യൂ കിട്ടിയത് നമുക്ക് എവിടുന്ന, സിഗ്മൻ്റെ വാല്യൂ എന്നാണ്. നമ്മൾ പറഞ്ഞ കോമൺ സിഗ്മ എന്ന് പറയുന്നത് n1s1² + n2s2² n1 + n2 ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താ വരിക? n1 32 ആണ്, s1² എന്ന് പറയുന്നത് 8 ആണ്, 8² + n2 എന്ന് പറയുന്നത് 32 ആണ്, s2² എന്ന് പറയുന്നത് 6² ആണ്, ഡിവൈഡഡ് ബൈ n1ഉം n2 32 ആണ്. അതിൻ്റെ റൂട്ട് എടുത്തപ്പോഴാണ് നമുക്ക് 7.07 കിട്ടിയത്. ആ വാല്യൂ ആണ് നമ്മൾ ഇവിടെ കൊടുത്തത്, 7.07 എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ആവറേജ് സ്കോർ നമുക്ക് തന്നിക്കണ്. 2 ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടേനും ആ രണ്ടെണ്ണത്തിൻ്റെ മീൻ്റെ ഡിഫറൻസിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവെലാണ് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞത്. എന്നിട്ട് നമുക്ക് n1ഉം x1 ബാറും x2 ബാറും പിന്നെ n1ഉം n2 ബാർ ആ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഒക്കെ നമുക്ക് തന്നിക്കണം. എന്നിട്ടായിരുന്നു നമ്മളോട് ഡിഫറൻസിൻ്റെ മീൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവെൽ കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ കോൺഫിഡൻസ് ഇൻ്റർവെൽ നമുക്കറിയാം x1 ബാർ - Z∝/2 × സിഗ്മ × √1/n1 + 1/n2, x1 ബാർ - x2 ബാർ + Z∝/2 × സിഗ്മ × √1/n1 + 1/n2 ആണ് കോൺഫിഡൻസ് ഇൻ്റർവെൽ വരുന്നത്. അതിൽ സിഗ്മ കോമൺ ആണ്. സിഗ്മൻ്റെ വാല്യൂ എന്ന് പറയുന്നത് √n1s1² + n2s2² n1 + n2 ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സിഗ്മൻ്റെ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്ത് പിന്നെ നമുക്ക് തന്നിട്ടുള്ള എല്ലാ x1 ബാർ, സിഗ്മ 1, x2 ബാർ, സിഗ്മ 2, n1 n2 ഒക്കെ എഴുതി. അതിനുശേഷം Z∝/2 എന്നുള്ള 99%ൻ്റെ Z∝/2 2.58 ആണ്, അതും മെൻഷൻ ചെയ്തു. പിന്നെ നമ്മൾ ഈ കോൺഫിഡൻസ് ഇൻ്റർവെല്ലിൽ ഈ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് μ1 - μ2ൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവെലായിട്ട് കിട്ടിയത് -2.543ഉം 6.543ഉം ആണ്.